ഇറാന്റെ മുൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയും അതോടൊപ്പം തന്നെ മുസ്തഫയുടെ പിതാവുമായ ഖമേനിയുടെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ മുസ്തഫ അലി ഖമേനി പറയുകയാണ്. ഖമേനിയുടെ മരണത്തിന് പ്രതികാരം ചോദിക്കുക എന്നത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും തങ്ങളത് തീർച്ചയായും നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ടെലിഗ്രാം അക്കൗണ്ടിലൂടെയാണ് മുസ്തഫ ഇക്കാര്യം അറിയിച്ചത്. ഖമേനിയുടെ മയ്യത്ത് ജന്മദേശമായ മസ്ദഹയിലെ ഇമാം റിസ കുടീരത്തിൽ കബറടക്കിയതിന് പിന്നാലെയാണ് മുസ്തഫയുടെ സന്ദേശം പുറത്തുവന്നത്. ഇസ്രയേലിന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്തഫ പിതാവിന്റെ അന്ത്യകർമ്മത്തിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം പങ്കെടുത്താൽ മുസ്തഫയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് മുസ്തഫ പങ്കെടുക്കാതിരുന്നത്. ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിലാണ് 86-കാരനായ ഖമേനി കൊല്ലപ്പെട്ടത്. ദശലക്ഷങ്ങൾ പങ്കെടുത്ത 6 ദിവസം നീണ്ടുനിന്ന അതിവിപുലമായ ചടങ്ങുകൾക്കൊടുവിലാണ് ജന്മദേശമായ മസ്ദഹയിലെ ഇമാം റിസ കുടീരത്തിൽ അയത്തുള്ള അലി ഖമേനിക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. മയ്യത്ത് സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് മകൻ മുസ്തഫ ഖമേനി ആയിരുന്നു. പിതാവിന്റെയും അതോടൊപ്പം തന്നെ യുദ്ധങ്ങളിൽ രക്തസാക്ഷികളായവരുടെയും രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്നാണ് മുസ്തഫ സന്ദേശത്തിൽ പറഞ്ഞത്. പിതാവിന്റെ വിലാപയാത്രയിൽ പങ്കെടുത്തവർക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇടക്കാല കരാർ പാലിക്കുന്നതിൽ അമേരിക്ക വരുത്തിയ വീഴ്ചയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾ നേരത്തെ ഉണ്ടാക്കിയ ധാരണകളുടെ ലംഘനമാണെന്നും വിശ്വാസ്യതയ്ക്ക് നിരക്കാത്ത നടപടികളാണ് വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയതായും, കൂടാതെ US-ഉം തമ്മിൽ ധാരണയായ കരാറിലെ 9-ാം ഖണ്ഡിക ലംഘിക്കുന്ന US ട്രഷറി സെക്രട്ടറിയുടെ നടപടി ഒട്ടും അംഗീകരിക്കാനാവില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ ഇറാൻ ഇതുവരെ പാലിച്ചിട്ടില്ല. എന്നാൽ അമേരിക്ക തുടർച്ചയായി കരാർ ലംഘനങ്ങൾ നടത്തുകയും നയതന്ത്രപരമായ തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് അരാച്ചി ആരോപിക്കുന്നുണ്ട്. അമേരിക്കയുമായി ചർച്ച, അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് ഇറാൻ ഇപ്പോൾ ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ പൂർണ്ണമായി തന്നെ തള്ളിക്കളയുന്നുണ്ട്. അതായത് അമേരിക്ക പറയുന്നത് ഇറാൻ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ചർച്ച നടത്താനെന്ന്, പക്ഷേ ഇറാൻ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. വാഷിംഗ്ടണുമായുള്ള ചർച്ചകൾക്കായി ഒരു അഭ്യർത്ഥനയും നടത്തിയിട്ടില്ലെന്നും ട്രംപ് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കരുതെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ അലി അൻസാരിയെയും മറ്റ് 13 വ്യക്തികളെയും അവരുടെ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇറാൻ ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയൊരു നിയന്ത്രണം പ്രഖ്യാപിച്ചത്. ഇറാൻ US സംഘർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായതിനിടെയാണ് അമേരിക്കയുടെ ഒരു പുതിയ നീക്കമുണ്ടായത്. IRGCക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നതാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി അലി അൻസാരിക്കെതിരായ ഒരു പ്രധാന ആരോപണം. നേരത്തെ ബ്രിട്ടനും അൻസാരിക്കെതിരെ സമാന രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പൊതുപണം ദുരുപയോഗം ചെയ്ത അൻസാരി വിദേശ രാജ്യങ്ങളിൽ വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് വാണിജ്യ നിക്ഷേപങ്ങൾ നടത്തിയെന്നാണ് US-ന്റെ വാദം. US ഉപരോധം മറികടന്ന് ഇറാൻ ബാങ്കുകൾക്കായി കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നാണയ ഇടപാടുകൾ നടത്തുന്ന ഇറാന്റെ 3 മണി എക്സ്ചേഞ്ച് ഹൗസുകളെയും അമേരിക്ക ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഹോങ്കോങ്, UAE എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദേശ ഷെൽ കമ്പനികളെയും US ട്രഷറി വിഭാഗം കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക തങ്ങളുടെ ലക്ഷ്യമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോണി പിഗോട്ടും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ട്രംപ് അമേരിക്കയെ പ്രസിഡന്റായി ഇരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ നീണ്ടു തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.